ഞാൻ ആദ്യം തൊട്ട് തന്നെ എഴുതുമായിരുന്നു. 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ ഞാൻ എൻ്റെ ആദ്യത്തെ കവിത എഴുതിയിട്ടുണ്ട്. ഞാൻ കവിതയൊക്കെ എഴുതുന്നതിന് അന്നത്തെ നമ്മുടെ സാഹിത്യ സമാജം, സ്കൂളുകളിലുള്ള പരിപാടികൾ അതൊക്കെ ഒരുപാട് പ്രേരകമായിരുന്നിട്ടുണ്ട്. ധാരാളം വായിക്കുമായിരുന്നു. വായിക്കാനായിട്ട് എൻ്റെ വീട്ടിൽ ഇഷ്ടംപോലെ പുസ്തകങ്ങളുണ്ടായിരുന്നു, വാരികകളുണ്ടായിരുന്നു. എനിക്ക് ഓർമ്മ വയ്ക്കുമ്പോൾ തന്നെ ഞാൻ അമ്പിളിമാമനും അത് വായിക്കാൻ ആവുമ്പോൾ തന്നെ അമ്പിളിമാമൻ പോലെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പുസ്തകങ്ങൾ, ഫാൻഡം കഥകൾ, അതുപോലെ പിന്നെ ഇന്ദ്രജാൽ കോമിക്സ് എന്ന് പറയുന്ന ആ വിഭാഗത്തിൽപ്പെട്ട കൃതികൾ. കുറച്ചും കൂടി കഴിയുമ്പോൾ മാതൃഭൂമി ആഴ്ചപ്പതിപ്പാണ് അന്ന് വരുന്നൊരു വീക്കിലി വീട്ടിൽ. മാതൃഭൂമി ആഴ്ചപ്പതിപ്പ്, പിന്നെ സരസൻ, നർമ്മദ, അങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള കുറേയധികം പ്രസിദ്ധീകരണങ്ങൾ അവിടെ വരുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ എപ്പോഴും വായനയുടെ ലോകത്തായിരുന്നു. അതായത് നമുക്ക് വേറെ ഒന്നും പഠിക്കാനോ അല്ലെങ്കിൽ വേറെ ഒന്നും ചെയ്യാനില്ലാത്ത ആ ഗ്യാപ്പുകൾ മുഴുവൻ വായനയ്ക്ക് വേണ്ടിയാണ് നീക്കി വെച്ചത്. വായന വലിയൊരു ഹാരമായിരുന്നു എനിക്ക്. പിന്നെ വലുതാവും തോറും കൂടുതൽ പുസ്തകങ്ങളിൽ വായിക്കാൻ തുടങ്ങി. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ റഷ്യൻ കൃതികളും അതുപോലെ പടിഞ്ഞാറൻ സാഹിത്യവും വളരെയധികം മലയാളത്തിലേക്കൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത് വായിക്കാൻ കിട്ടിയിരുന്ന കാലമാണ്. നാലപ്പാട്ടിൻ്റെ പാവങ്ങൾ തൊട്ട് ആനിത്തയ്യിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള ഒട്ടുമിക്ക കൃതികളും വായിച്ചിട്ടുണ്ട്. ഡിറ്റക്റ്റീവ് നോവലുകൾ ഇഷ്ടംപോലെ വായിച്ചിട്ടുണ്ട്. മുട്ടത്ത് വർക്കിയുടെ എല്ലാ നോവലുകളും തന്നെ വായിച്ചിട്ടുണ്ട്. അങ്ങനെ വായനയിൽ എന്തും വായിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഫിക്ഷൻ വായിക്കാനായിരുന്നു.